അത്രമാത്രം വലിയൊരു സ്ക്രീനിൽ ആദ്യത്തെ ഷോ ആണ് ഞാൻ കണ്ടത്. കാരണം ഇതുവരെയെല്ലാം പ്രിവ്യൂ തിയേറ്ററുകളിലുള്ള ഷോ ആയിരുന്നു. അപ്പോഴും വളരെ നല്ല റെസ്പോൺസാണ് മുമ്പ് കണ്ടവരൊക്കെ തന്നത്. ഇന്നിപ്പോൾ തിയേറ്ററിലും നല്ല റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കണ്ട സ്ഥലങ്ങളിൽ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തിയേറ്റേഴ്സ് തയ്യാറായില്ല. പക്ഷേ സ്വീകരിച്ച തിയേറ്ററുകളിൽ ആളുകൾ കൂടിയപ്പോൾ ഷോസിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നിപ്പം പല സ്ഥലങ്ങളിലും ഷോസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതൊരു നല്ല ലക്ഷണമായിട്ട് കണക്കാക്കുന്നു. കാരണം പ്രേക്ഷകന് വ്യത്യസ്തമായിട്ടൊരു സിനിമ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. കാരണം ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, കാരണം പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു കഥ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് വന്നതിൽ ഇത്രമാത്രം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ ആണ് ഇതെന്നുള്ളത് ഉറച്ച വിശ്വാസം തന്നെയുണ്ട്. കാരണം അത് തന്നെയാണ് പ്രേക്ഷകൻ്റെ വിലയിരുത്തലും, അത് തന്നെയാണ് ഞങ്ങൾക്ക് പല ഭാഗത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങളും. അപ്പോൾ കൂടെ നിന്ന് നിങ്ങളെല്ലാവരും ഇനിയും പ്രേക്ഷകർ മുഴുവൻ തിയേറ്ററിലേക്ക് വരണം, സിനിമ കണ്ട് വിജയിപ്പിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരോടും പറയാനുള്ളത്. താങ്ക് യു. ചോദ്യം വളരെ നല്ലതാണ്. പക്ഷേ ഇതൊരു കഥേൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആവശ്യപ്പെടുന്ന രീതിയിലുള്ളൊരു സിനിമയാണ്. കാരണം ഇത് നമ്മൾ ചിത്രീകരിക്കുന്നത് ഒരു ഐസൊലേറ്റഡ് അറ്റ്മോസ്ഫിയർ, അതായത് ഒരു കോവിഡിൻ്റെ പശ്ചാത്തലം അവിടെ കാണിക്കുന്നുണ്ട്. ആ കോവിഡിൻ്റെ പശ്ചാത്തലം തന്നെ എന്താ വെച്ചാൽ എല്ലാവരും ഒരു ഭീകര അന്തരീക്ഷത്തിൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത്. ആ ഒരു സാഹചര്യം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നമ്മുടെ നായകൻ ഈ പറയുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ റിവീലിംഗ് പാർട്ട് വരാനുണ്ട്. നമ്മൾ നല്ല രീതിയിലുള്ള സപ്പോർട്ട് വരികയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് നടന്നിരിക്കുന്നത്. ഇനിയിപ്പം ഓൾറെഡി കണ്ടു കഴിഞ്ഞു, ഒരാളെ കൂടി ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഒരു ഗെയിം പ്ലേ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ഗ്യാങ്ങിൻ്റെ സ്റ്റോറിയാണ്. ഇനി വരുന്ന സ്റ്റോറി എന്ന് പറയുന്നത് ഇതുപോലെ ഐസൊലേറ്റഡ് സ്റ്റോറി അല്ല. അതൊരു വലിയ ക്യാൻവാസിൽ വലിയ ഒരു കഥയാണ് വരാൻ പോകുന്നത്. കാരണം ഈ ഒരു ഹീറോയിൻ്റെ മുകളിൽ വേറൊരാളുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കഥ ശരിക്കും. കാരണം ആ മൊത്തം സ്റ്റോറി നമുക്ക് ഈ പറയുന്ന സമയം കൊണ്ട് തീർക്കാൻ പറ്റില്ല. ഇനിയൊരു 2 മണിക്കൂറിൻ്റെ കഥ വരാനുണ്ട്. അത് പ്രേക്ഷകൻ സ്വീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക്, പിന്നെ വലിയ സിനിമകൾ കാണിക്കുന്ന പോലെ പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം നമുക്ക് തിയേറ്ററിലെ റെസ്പോൺസും ആളുകൾ സ്വീകരിക്കുന്നതനുസരിച്ച് മാത്രമേ അടുത്ത കഥയിലേക്ക് പോകാൻ പറ്റുള്ളൂ. കഥയുണ്ട്, ഇതിൻ്റെ കഥ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കഥ ആണ് ഇനി വരാനുള്ളത്. അത് കൂടി ഉണ്ട്. എന്തായാലും പ്രേക്ഷകൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കട്ടെ. ഞങ്ങൾക്ക് IMDbയിലും മറ്റും നമ്മുടെ എല്ലാ ആൾക്കാരുടെ റിവ്യൂസും വന്നതിന് ശേഷം നമ്മൾ അടുത്ത പാർട്ടിലേക്ക് കടക്കും. അത് ഒരു വലിയ ക്യാൻവാസിലാണ്. താങ്ക് യു.